प्यारे बच्चों, हिंदी कक्षा में सबका स्वागत। ഇന്നത്തെ ക്ലാസ്സിൽ +1 ഹിന്ദി ക്ലാസ്സിലെ സൂചനാക അധികാർ അധിനിയം എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. സൂചനാക അധികാർ അധിനിയം 2005-ലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. വിവരങ്ങൾ അറിയാനുള്ള അവകാശം. ഇന്ത്യയിലെ ഓരോ പൗരനും വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. എന്നാൽ ചില വിവരങ്ങൾ നമുക്ക് അറിയാനുള്ള അവകാശമില്ല. അത് നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടി പഠിക്കാൻ സാധിക്കും. सूचना का अधिकार अधिनियम വിവരാവകാശ നിയമം. ഭാരത് ഏക് ലോകതാന്ത്രിക് ദേശ്. ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. लोकतांत्रिक व्यवस्था में जनसाधारण ही देश का असली मालिक होता है. ജനാധിപത്യ വ്യവസ്ഥയിൽ രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ സാധാരണ ജനങ്ങളാണ്. मालिक होने के नाते जनता को ही जानने का हक है कि जो सरकार उसकी सेवा के लिए बनाई गई है वह क्या, कहाँ और कैसे कर रही है. ജനങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ എന്താണ്, അത് എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ള അധികാരം നമ്മുടെ രാജ്യത്തിന് ഓരോ പൗരനുമുണ്ട്. 2005 में देश की संसद ने एक कानून पारित किया जो सूचना का अधिकार अधिनियम 2005 के नाम से जाना जाता है. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് തന്നെയാണ് 2005 ഈ നിയമം കൊണ്ടുവന്നത്. അതിന്റെ പേരാണ് സൂചനാ കാ അധികാർ അധിനിയം 2005 വിവരാവകാശ നിയമം. इस अधिनियम में व्यवस्था की गई है कि किस प्रकार नागरिक सरकार से सूचना मांगेंगे और किस प्रकार सरकार जवाबदेह होगी. ഈ നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എപ്രകാരമാണ് ഒരു നാഗരിക്, ഒരു പൗരൻ ഗവൺമെന്റിൽ നിന്നും വിവരങ്ങൾ തിരക്കേണ്ടതെന്നും അന്വേഷിക്കേണ്ടതെന്നും എപ്രകാരമാണ് ഗവൺമെന്റ് അവർക്ക് മറുപടി നൽകേണ്ടതെന്നും. സൂചനാ കാ അധികാർ അധിനിയം വിവരാവകാശ നിയമം വഴി ഒരു പൗരന്, രാജ്യത്തിലെ ഒരു പൗരന് എന്തെല്ലാം അധികാരങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. सूचना का अधिकार अधिनियम हर नागरिक को अधिकार देता है कि वह सरकार से कोई भी सवाल पूछ सके या कोई भी सूचना ले सके. सूचना का अधिकार अधिनिയം വിവരാവകാശ നിയമം വഴി രാജ്യത്തിലെ ഒരു പൗരന് സർക്കാരിൽ നിന്നും ഏത് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ എടുക്കാനും കഴിയും. किसी भी सरकार दस्तावेज की प्रमाणित प्रति ले सकते हैं. किसी भी सरकारी दस्तावेज की जांच कर सके. ഏതെങ്കിലും ഗവൺമെന്റ് ഡോക്യുമെന്റിന്റെ കോപ്പി എടുക്കാൻ സാധിക്കും. ഗവൺമെന്റ് ഡോക്യുമെന്റിന്റെ വിവരങ്ങൾ തിരക്കാൻ സാധിക്കും ഈ അധികാരം വഴി. കിസി ഭി സർക്കാരി കാം കി ജാഞ്ച് കർ സകെ. ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തിരക്കാൻ സാധിക്കും. കിസി ഭി സർക്കാരി കാം മേ ഇസ്തേമാൽ സാമഗ്രി കാ പ്രമാണിത നമൂന ലേ സകെ. ഗവൺമെന്റ് ഡോക്യുമെന്റിന്റെ പകർപ്പുകൾ എടുക്കാൻ സാധിക്കും. लेकिन इस नियम में साइनेबल सीबी जांच जारी रखने वाले मामले विदेशी सरकारों से विश्वास के नाते प्राप्त तथा मान्य व्यक्ति के उपचार और बीमारी से जुड़ी सूचनाएं प्रदान करने से इनकार किया जा सकता है. എന്നാൽ ഈ നിയമം വഴി നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഏതൊക്കെ കാര്യങ്ങളാണ്? ആർമി സ്ട്രെങ്ത്, CBI അന്വേഷിക്കുന്ന കേസുകൾ, വിദേശ രാജ്യവുമായുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പുറമേ നിന്ന് വരുന്ന ആദരണീയായ വ്യക്തികളുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അവരുടെ അസുഖത്തെക്കുറിച്ചോ നമുക്ക് ചോദിക്കാൻ കഴിയില്ല. വിവരാവകാശ നിയമം വഴി നമുക്ക് അറിയാനുള്ള വിവരങ്ങൾ ഗവൺമെന്റിൽ നിന്നും തീർച്ചയായും നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അധികാരങ്ങൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമുക്ക് അറിയാനുള്ള വിവരം അറിയാൻ വേണ്ടി നമുക്ക് ഏത് വിവരമാണോ അറിയേണ്ടത് ആ അധികാരിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം, ഒരു അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ എങ്ങനെ എഴുതണമെന്ന് നോക്കാം. അപേക്ഷയുടെ റൈറ്റ് സൈഡിൽ, വലത് സൈഡിൽ സ്റ്റാമ്പ് 10 രൂപ ദസ്തഖത്ത്. രണ്ടാമത് സേവാമി, നമ്മൾ ഏത് അധികാരിക്കാണോ വിവരങ്ങൾ അറിയാൻ കൊടുക്കുന്നത് ആ അഡ്രസ്സാണ് എഴുതേണ്ടത്. സേവാമി സാർവജനിക സൂചന അധികാരി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. റോസ്ഗാർ മന്ത്രാലയ്, ഭാരത് സർക്കാർ എന്ന് അഡ്രസ്സ് കൊടുക്കുക. ഏത് അധികാരിക്കാണോ എഴുതേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. റോസ്ഗാർ മന്ത്രാലയം എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് മിനിസ്ട്രിയാണ്. അപ്പം ജോലി സംബന്ധമായ കാര്യമാണ് ഈ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ആവേദക നാം, അപേക്ഷകന്റെ പേര്. ഹരിത എം, ഹരിത എം എഴുതുന്ന ഒരു അപേക്ഷയാണ്. അപ്പൊ ആദ്യം ആവേദക നാം എന്ന് എഴുതിയിട്ട് അപേക്ഷകന്റെ പേര് കൊടുക്കുക.
രണ്ടാമത് ഡാക് ക പൂരാ പത എഴുതുന്ന വ്യക്തിയുടെ അപേക്ഷകന്റെ അഡ്രസ്സാണ്. ഹരിതം ശാന്തിനഗർ തിരുവനന്തപുരം 22. മൂന്നാമത് സൂചന ക വിഷയം, ഏത് വിഷയമാണ് നമ്മൾ ഈ അപേക്ഷകൻ കൊടുക്കാൻ പോകുന്നത്? बालश्रम को रोकने के लिए रोजगार मंत्रालय द्वारा की गई कार्रवाइयों से संबंधित. വിഷയം ബാലശ്രമമാണ്, ബാലവേല. ബാലവേല നിരോധിച്ചിരിക്കുകയാണ്, എന്നാലും ഇന്നും ചെറിയ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാറുണ്ട്. അപ്പം ഹരിത ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ബാലവേല തടയുന്നതിന് വേണ്ടി റോസ്ഗാർ മന്ത്രാലയ മുഖേന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്? ഹരിത ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്യാ ഭാരത് മേ ബാലശ്രം പർ കാനൂനി രോക്ക് ഹേ? ഇന്ത്യയിൽ ബാലവേല നിരോധിച്ചിട്ടുണ്ടോ? तो बालश्रम रोकने और उसके खिलाफ समाज को सचेत करने के कौन कौन से प्रावधान है? ബാലവേല തടയുന്നതിന് വേണ്ടിയും ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഈ മന്ത്രാലയം, റോസ്ഗാർ മന്ത്രാലയം മുഖേന എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്? सेकंड क्वेश्चन, मंत्रालय द्वारा रोजगार जगहों में सूचना पट लगवाने की कौन कौन सी कार्रवाइयां ली गई है? ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ബാലവേല നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡ് വയ്ക്കുന്നതിൽ റോസ്ഗാർ മന്ത്രാലയം മുഖേന എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്? बालश्रम के बारे में पता चलने पर किस कार्यालय में सूचना देनी है? ബാലവേലയെക്കുറിച്ച് വിവരം അറിഞ്ഞാൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ് അറിയിക്കേണ്ടത്? कार्यालय का दूरभाष उपलब्ध करा सकते हैं? ആ ഡിപ്പാർട്ട്മെന്റിന്റെ, ആ ഓഫീസിന്റെ ഫോൺ നമ്പർ കിട്ടുമോ? बालश्रम के लिए प्रेरित करने वालों को मिलने वाला अधिकतम दंड क्या है? ബാലവേലയെ പ്രേരിപ്പിക്കുന്നവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ്, ഏറ്റവും കൂടിയ പണിഷ്മെന്റ് എന്താണ്? ഇതെല്ലാമാണ് ഹരിത റോസ്ഗാർ മന്ത്രാലയനോട് ചോദിച്ച ചോദ്യങ്ങൾ. അഞ്ചാമത്തത് സൂചന ഡാക് യാ ദസ്തിമേം. ഈ സൂചന ബൈ ഹാൻഡ് ആണോ അതോ പോസ്റ്റ് മുഖേനയാണോ? ഹരിത എഴുതിയത് ഡാക് തോര, പോസ്റ്റ് മുഖേനയാണ്. എന്നിട്ട് ലാസ്റ്റിൽ ആവേദക്, ആപ്ലിക്കൻ്റ് എന്ന് എഴുതിയിട്ട് ഹരിതായം ഹരിതം ശാന്തിനഗർ തിരുവനന്തപുരം 22 എന്ന് അഡ്രസ്സ് കൊടുക്കുക, തിരുവനന്തപുരം ഡേറ്റും കൊടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിൽ ഹരിത ധാരാളം ക്വസ്റ്റ്യൻ മന്ത്രാലയത്തിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എക്സാമിന് വരുമ്പോൾ 2-3 ചോദ്യങ്ങൾ വളരെ ഈസിയായി ചോദിക്കാം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും.